ഇന്നത്തെ ക്ലാസ് 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ആണ്. അതിലെ 4th ചാപ്റ്റർ ഫോഴ്സ്, ബലം. ഇതിൽ നിന്നും മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ലിക്വിഡ് പ്രഷർ എന്താണ് ദ്രാവകമർദ്ദം എന്ന് പഠിച്ചു അല്ലേ. അതുപോലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലിക്വിഡ് പ്രഷർ, ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, അതുപോലെ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് അല്ലേ, ദ്രാവക യൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, അതുപോലെ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റും ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും തന്നിരുന്നാൽ നമുക്ക് ലിക്വിഡ് പ്രഷർ, ദ്രാവകമർദ്ദം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? P=H×D/G. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം. ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. ബേൺ എ ഫ്യൂ പീസസ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ടോൾ ഗ്ലാസ് ബോട്ടിൽ. ഉയരമുള്ള ഒരു കുപ്പിയിൽ അല്പം കടലാസ് കത്തിച്ചിടുക. പീൽ എ ഫുള്ളി റൈപ്പ് ബനാന എ ലിറ്റിൽ ആൻഡ് പ്ലേസ് ഇറ്റ് അറ്റ് ദ മൗത്ത് ഓഫ് ദ ബോട്ടിൽ വെൻ ദ പേപ്പർ ഹാസ് ഓൾമോസ്റ്റ് ബേൺഡ്. കടലാസ് കത്തി തീരാറാകുമ്പോൾ നന്നായി പഴുത്ത ഒരു പഴം അല്പം തൊലി നീക്കി കുപ്പിയുടെ വായ്ഭാഗത്ത് വയ്ക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? എന്ത് നിരീക്ഷിക്കുന്നു? എന്തായിരിക്കും കാരണം? എന്താണ് കാണുന്നത്? ഒരു കുപ്പിക്കകത്ത് പേപ്പർ കത്തിച്ചിട്ടു. ആ പേപ്പർ കത്തി തീരാറാകുമ്പോൾ ഒരു പഴുത്ത പഴം തൊലി നീക്കി വായ്ഭാഗത്ത് വെച്ചു. എന്താണ് കാണുന്നത്? ദ ബനാന ഈസ് സ്ലിപ്ഡ് ഇൻ ടു ദ ബോട്ടിൽ. ആ പഴം ബോട്ടിലിനകത്തേക്ക് വഴുതി വീഴുന്നു അല്ലേ. എന്തായിരിക്കും കാരണം? ആ കുപ്പിക്കകത്തുള്ള പേപ്പർ കത്തിയപ്പോൾ അവിടുത്തെ വായുവിൻ്റെ താപനില കൂടുകയും ആ വായുവിൻ്റെ പ്രഷർ, മർദ്ദം കൂടി കുപ്പിക്കകത്തു നിന്നും എയർ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ കുപ്പിക്കകത്തുള്ള പ്രഷർ കുറയുന്നു, മർദ്ദം കുറയുന്നു. അങ്ങനെ കുപ്പിയുടെ വെളിയിലുള്ള അന്തരീക്ഷ വായു മർദ്ദം കുറഞ്ഞ കുപ്പിക്കകത്തേക്ക് കയറാൻ വേണ്ടി കുപ്പിയുടെ വായ്ഭാഗത്ത് ഒരു ബലം പ്രയോഗിക്കുന്നു. മനസ്സിലായോ? അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം കൂടുതലും കുപ്പിക്കകത്തുള്ള വായുവിൻ്റെ മർദ്ദം കുറവുമാണ്. അപ്പോൾ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു മർദ്ദം പ്രയോഗിക്കുന്നു. അങ്ങനെ ആ കുപ്പിയുടെ വായ്ഭാഗത്ത് അന്തരീക്ഷ വായു ബലം പ്രയോഗിക്കുമ്പോൾ ആ പഴം എന്ത് ചെയ്യുന്നു? കുപ്പിക്കകത്തേക്ക് വീഴുന്നു. അപ്പോൾ ഇതിനുള്ള റീസൺ എന്ത് പറയാം? വാട്ട് മൈറ്റ് ബി ദ റീസൺ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? വെൻ ദ പേപ്പർ ബേൺസ് ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഇൻക്രീസസ് ആൻഡ് സം എയർ ഗോസ് ഔട്ട്സൈഡ്. സിൻസ് ദ അറ്റ്മോസ്ഫറിക് പ്രഷർ ഔട്ട്സൈഡ് ദ ബോട്ടിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ഇറ്റ്, ദ ബനാന സ്ലിപ്സ് ഇൻ ടു ദ ബോട്ടിൽ. മനസ്സിലായോ? കുപ്പിക്കകത്തെ വായുമർദ്ദത്തേക്കാൾ പുറത്തെ അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം കൂടുതലായതുകൊണ്ട് പഴം കുപ്പിക്കകത്തേക്ക് നീങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ ബോട്ടിൽ വെൻ ദ പേപ്പർ ബേൺസ്? കടലാസ് കത്തുമ്പോൾ അകത്തെ വായുവിൻ്റെ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? വെൻ ദ പേപ്പർ ബേൺസ് ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഇൻക്രീസസ് ആൻഡ് എയർ ഗോസ് ഔട്ട്സൈഡ് ദ ബോട്ടിൽ. കടലാസ് കത്തുമ്പോൾ അകത്തെ വായുവിൻ്റെ മർദ്ദം കൂടുകയും വായു കുപ്പിയുടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിൽ ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ഗെറ്റ് എക്സ്പെൽഡ് വെൻ ദ പ്രഷർ ഇൻസൈഡ് ഇറ്റ് ഇൻക്രീസസ് ആൻഡ് എക്സ്പാൻസ്? കുപ്പിക്കകത്തെ വായുവിൻ്റെ മർദ്ദം കൂടുമ്പോഴും അത് വികസിക്കുമ്പോഴും വായു പുറന്തള്ളപ്പെടുമോ? യെസ്, ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ഗെറ്റ് എക്സ്പെൽഡ് അല്ലേ. കുപ്പിക്കകത്തെ വായു പുറന്തള്ളപ്പെടുന്നു. ഹൗ ഈസ് ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ആഫ്റ്റർ ദ മൗത്ത് ഓഫ് ദ ബോട്ടിൽ ഈസ് ഷട്ട് ബൈ ദ ബനാന? ഫൈൻഡ് ദ ആൻസർ ബൈ കമ്പയറിംഗ് ഇറ്റ് ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. കുപ്പിയുടെ വായ്ഭാഗം പഴം കൊണ്ട് അടച്ചതിന് ശേഷം കുപ്പിക്കുള്ളിലെ വായുമർദ്ദം എങ്ങനെയായിരിക്കും? അന്തരീക്ഷ മർദ്ദവുമായി താരതമ്യം ചെയ്ത് ഉത്തരം കണ്ടെത്താനാണ്. അപ്പോൾ കുപ്പിയുടെ വായ്ഭാഗം പഴം കൊണ്ട് അടച്ചതിന് ശേഷം കുപ്പിക്കുള്ളിലെ വായുമർദ്ദം എങ്ങനെയായിരിക്കും? ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലേ. കുപ്പിക്കുള്ളിലെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറവായിരിക്കും. സോ ദ ബനാന സ്ലിപ്സ് ഇൻ ടു ദ ബോട്ടിൽ. അതുകൊണ്ടാണ് ഈ പഴം ബോട്ടിലിനുള്ളിലേക്ക് നീങ്ങിയത്. മനസ്സിലായോ? ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അറ്റ്മോസ്ഫറിക് എയർ ക്യാൻ എക്സേർട്ട് പ്രഷർ. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അന്തരീക്ഷ വായുവിന് മർദ്ദം പ്രയോഗിക്കാൻ കഴിയും. മനസ്സിലായോ? അന്തരീക്ഷ വായു മർദ്ദം പ്രയോഗിക്കുന്നു. ആൻ എൻവലപ്പ് ഓഫ് എയർ സറൗണ്ട്സ് ദ എർത്ത്. ദിസ് ഈസ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ദ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫറിക് എയർ near the surface of the earth is greater and it decreases as we go up. Hence atmospheric pressure decreases as we go up. എന്താണ്? ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു ആവരണമുണ്ട്. ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. മനസ്സിലായോ?
എർത്തിന് ചുറ്റും കാണപ്പെടുന്ന എയറിൻ്റെ ഒരു എൻവലപ്പ് അല്ലെ, ഒരു ആവരണം, അതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, എർത്തിൻ്റെ അന്തരീക്ഷം. അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ ഡെൻസിറ്റി, അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ അടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവുമായിരിക്കും. മനസ്സിലായോ? ഭൂമിയുടെ പ്രതലത്തിനടുത്ത് ഡെൻസിറ്റി കൂടുതലും മുകളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി കുറവുമായിരിക്കും. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ആസ് വി ഗോ അപ്പ്. ഭൂമിയുടെ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പോൾ അന്തരീക്ഷ മർദ്ദം ഏറ്റവും കൂടുതൽ ഭൂമിയുടെ പ്രതലത്തിന് അടുത്താണ്. ഇനി എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ദ വെയ്റ്റ് ഓഫ് ദ എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു യൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. മനസ്സിലായോ? ദ വെയ്റ്റ് ഓഫ് ദ എയർ കോളം ഓവർ യൂണിറ്റ് ഏരിയ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് വെയർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂസ്ഡ്. നിത്യജീവിതത്തിൽ അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ പട്ടികയാക്കുക. ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ? ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് എ സ്ട്രോ. സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു. നമ്മൾ സ്ട്രോ ഉപയോഗിക്കുമ്പോൾ ആ സ്ട്രോയ്ക്കകത്തുള്ള വായു നമ്മൾ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ സ്ട്രോയ്ക്കുള്ളിലെ വായുവിൻ്റെ മർദ്ദം കുറയുകയും അറ്റ്മോസ്ഫിയറിക് എയർ ഈ സ്ട്രോയിലോട്ട് ഒരു പ്രഷർ പ്രയോഗിക്കുന്നത് കൊണ്ട് ആ ജ്യൂസ് അകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? അടുത്ത് മെഡിസിൻസ് ക്യാൻ ബി ടേക്കൺ ഫ്രം ദ ബോട്ടിൽ യൂസിങ് ഫില്ലർ. ഫില്ലർ ഉപയോഗിച്ച് ബോട്ടിലിൽ നിന്നും മരുന്നെടുക്കുന്നത്. അതുപോലെ പമ്പിങ് ഓഫ് വാട്ടർ ഫ്രം എ വെൽ, ഒരു കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അടുത്ത് എ ഫ്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഗിവൺ ബിലോ. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ റീസൺസ് ഇൻ യുവർ സയൻസ് ഡയറി. എന്താ പറയുന്നത്? അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ചർച്ച ചെയ്ത് കാരണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കാനാണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ്? അസ്ട്രോനോട്ട്സ് വെയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ്. ബഹിരാകാശ യാത്രികർ പ്രത്യേകം ഡിസൈൻ ചെയ്ത വസ്ത്രം ധരിക്കുന്നു. ആസ് മൗണ്ടനേഴ്സ് ക്ലൈംബ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ദെയർ ഈസ് ദ പോസിബിലിറ്റി ഓഫ് നേസൽ ബ്ലീഡിംഗ്. പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസസ്. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. അസ്ട്രോനോട്ട് വെയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ്. എന്തുകൊണ്ടാണ് ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രം ധരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ ഔട്ടർ സ്പേസ്. ബഹിരാകാശത്ത് അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നില്ല. ദിസ് കോസസ് ദ ബ്രേക്കിംഗ് ഓഫ് സ്മോൾ ബ്ലഡ് വെസൽസ് ഡ്യൂ ടു ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബ്ലഡ് വെസൽസൊക്കെ എന്ത് ചെയ്യും? ചെറിയ രക്തക്കുഴലുകളൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ബ്ലഡ് പ്രഷർ കൂടിയിട്ട്. മനസ്സിലായോ? സോ ദ ആസ്ട്രോനോട്ട്സ് വെയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ് വിച്ച് പ്രൊവൈഡ് എ പ്രഷർ ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ദെയർ ബോഡി. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്രികർ അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായ മർദ്ദം പ്രദാനം ചെയ്യുന്ന പ്രത്യേകതരം വസ്ത്രം ധരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പർവ്വതാരോഹകർ മുകളിലേക്ക് പോകുന്തോറും അവരുടെ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. അല്ലേ? മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. സിൻസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് വെരി ലോ, സ്മോൾ ബ്ലഡ് വെസൽസ് ഇൻ ദ ടെൻഡർ പാർട്സ് ഓഫ് ദ നോസ് മേ ബേസ്റ്റ്. അപ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവാകുമ്പോൾ നമ്മുടെ മൂക്കിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്തെന്താണ്? ഫിക്സിംഗ് റബ്ബർ സക്കേഴ്സ് ഓൺ പോളിഷ്ഡ് സർഫസസ്. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? വെൻ ദ റബ്ബർ സക്കേഴ്സ് ആർ പ്രസ്ഡ് ഫേംലി ഓൺ പോളിഷ്ഡ് സർഫസസ്, the air between them and the surface is expelled and pressure decreases. The atmospheric pressure outside the suckers helps it to fix firmly on the polished surfaces. എന്താണ്? ഈ റബ്ബർ സക്കേഴ്സ് നമ്മൾ പോളിഷ്ഡ് മിനുസമുള്ള പ്രതലത്തിൽ ഉറപ്പിക്കുമ്പോൾ ആ പ്രതലത്തിനും ആ റബ്ബർ സക്കറിനും ഇടയ്ക്കുള്ള വായു പുറത്തു പോവുകയും അവിടുത്തെ പ്രഷർ മർദ്ദം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ മർദ്ദം കുറയുമ്പോൾ സക്കറിന് പുറത്തുള്ള വായു ഒരു മർദ്ദം പ്രയോഗിക്കുകയും അത് സക്കറിനെ അവിടെ ഉറച്ചിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ?
ഇനി ലെറ്റ്സ് മെഷർ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദം അളക്കാം. എങ്ങനെയാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത്? ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫെറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ നൈം ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ. The weight of an air column above unit area on the surface of the earth at sea level is considered as 1 atmospheric pressure. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുയൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷമർദ്ദമായി കണക്കാക്കുന്നു. എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുയൂപത്തിൻ്റെ ഭാരം, അതാണ് ഒരു അന്തരീക്ഷമർദ്ദമായി കണക്കാക്കുന്നത്. This is equivalent to the weight of mercury column of height 0.76 meter and unit area of 1 meter square. This is standard atmospheric pressure. The unit of atmospheric pressure is bar. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ഇക്വാലൻ ടു ദ വെയ്റ്റ് ഓഫ് മെർക്കുറി കോളം ഓഫ് ഹൈറ്റ് 0.76 മീറ്റർ ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് 1 മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഇതാണ് പ്രമാണ അന്തരീക്ഷമർദ്ദം. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് വെച്ചാൽ പ്രമാണ അന്തരീക്ഷമർദ്ദം. അതുപോലെ അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ ആകുന്നു. ബാറാണ് അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അന്തരീക്ഷമർദ്ദം എന്ന പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലെറ്റസ് അസസ് നോക്കാം, വിലയിരുത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻറ്റു കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. എന്താണ്? താഴെ തന്നിരിക്കുന്നവയെ കോണ്ടാക്ട് ഫോഴ്സ് എന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും തരംതിരിക്കാനാണ്. സമ്പർക്ക ബലമെന്നും സമ്പർക്കരഹിത ബലമെന്നും. ഏതൊക്കെയാണ് കോണ്ടാക്ട് ഫോഴ്സ് അഥവാ സമ്പർക്ക ബലം? അപ്ലൈയിങ് ബ്രേക്ക് ഇൻ എ ബൈസൈക്കിൾ, സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ ദ സ്പീഡ് ഓഫ് എ ബോൾ റോളിംഗ് ഓൺ ഗ്രൗണ്ട് ഈസ് റെഡ്യൂസ്ഡ്, തറയിലൂടെ ഉരുളുന്ന പന്തിൻ്റെ വേഗം കുറയുന്നു. ഇത് രണ്ടും സമ്പർക്ക ബലമാണ്. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സസ് അഥവാ സമ്പർക്കരഹിത ബലം. എ മാംഗോ ഫോളിംഗ് ഫ്രം എ മാംഗോ ട്രീ, മാവിൽ നിന്ന് ഞെട്ടറ്റ മാങ്ങ വീഴുന്നു. അടുത്തെന്താണ്? ദ എർത്ത് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ, ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇതെല്ലാം നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് റീസൺ, കാരണം പറയുക. വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദ ഗ്രൗണ്ട് വിത്തൗട്ട് സ്ലിപ്പിംഗ്, നമുക്ക് തറയിലൂടെ തെന്നി വീഴാതെ നടക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ അവർ ഫീറ്റ് ആൻഡ് ഗ്രൗണ്ട്, നമ്മുടെ കാൽപാദവും തറയും തമ്മിലുള്ള ഘർഷണ ബലമാണ്, അല്ലേ? ഇറ്റ് ഈസ് ഈസി ടു കട്ട് വെജിറ്റബിൾസ് യൂസിങ് എ ഷാർപ്പ് നൈഫ്, മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കാം. അതിനുള്ള കാരണം എന്താണ്? ദ സർഫസ് ഏരിയ ഓഫ് ദ എഡ്ജ് ഓഫ് ദ നൈഫ് ഈസ് വെരി സ്മോൾ, ഹെൻസ് മോർ പ്രഷർ ക്യാൻ ബി അപ്ലൈഡ് ഓൺ ദ വെജിറ്റബിൾസ്. കത്തിയുടെ അഗ്രഭാഗത്തുള്ള സർഫസ് ഏരിയ, പ്രതലബലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറികളിൽ കൂടുതൽ മർദ്ദം പ്രയോഗിക്കാൻ കഴിയുന്നു. ദ നമ്പർ ഓഫ് ടയേഴ്സ് ഈസ് മോർ ഫോർ ഗുഡ്സ് വെഹിക്കിൾസ്, ചരക്കു വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ദിസ് പ്രൊവൈഡ്സ് മോർ ഏരിയാസ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ്, അല്ലേ? ഇത് ടയറുകളും റോഡും തമ്മിലുള്ള പരപ്പളവ് കൂട്ടുന്നു. ഹെൻസ് ദ പ്രഷർ ബിക്കംസ് ലെസ്, അതുകൊണ്ട് മർദ്ദം കുറവായിരിക്കും. അടുത്ത്, ദ മൂവിങ് പാർട്സ് ഓഫ് മെഷീൻസ് എക്സ്പീരിയൻസ് വിയർ ആൻഡ് ടിയർ, ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനമുണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മൂവിങ് പാർട്സ്, ചലിക്കുന്ന ഭാഗങ്ങൾ തമ്മിലുള്ള ഘർഷണം കൊണ്ടാണ്. മനസ്സിലായോ? അടുത്ത്, മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. അറ്റ്മോസ്ഫെറിക് പ്രഷർ, അതേതാണ്? അറ്റ്മോസ്ഫെറിക് പ്രഷറിൻ്റെ യൂണിറ്റായ ബാറാണ്. അറ്റ്മോസ്ഫെറിക് പ്രഷർ അളക്കുന്നത് ബാരോമീറ്റർ ഉപയോഗിച്ചാണ്, അല്ലേ? അടുത്ത്, ലൂബ്രിക്കൻറ്റ്. ലൂബ്രിക്കൻറ്റ് എന്തിനാണ്? ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. അതുപോലെ കോക്കനട്ട് ഓയിലാണ് ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഫോളിംഗ് ഡൗൺ, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണമാണ്. അതുപോലെ നോൺ കോണ്ടാക്റ്റ്, സമ്പർക്കരഹിത ബലമാണ്. മാഗ്നെറ്റ്, കാന്തം, അല്ലേ? കാന്തം എങ്ങനെയാണ്? അട്രാക്ഷൻ, അല്ലേ? ആകർഷണം. അതുപോലെ റിപ്പൽഷൻ, വികർഷണം. അടുത്ത ക്വസ്റ്റ്യൻ, ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ദ വാട്ടർ ഫിൽഡ് ഇൻ എ ബോട്ടിൽ ആർ ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. വിച്ച് ഈസ് ദ കറക്റ്റ് ഫിഗർ? ജസ്റ്റിഫൈ യുവർ ആൻസർ.
ഒരു കുപ്പിയിൽ നിറച്ചിരിക്കുന്ന ജലത്തിൻ്റെ അടിയിൽ നിന്ന് കുമിളകൾ പൊങ്ങി വരുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ശരിയായ ചിത്രമേത്? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. ശരിയായ ചിത്രീകരണം ഏതാണ്? സി ആണ്. സി എന്താണ്? മുകളിലേക്ക് വരുംതോറും കുമിളയുടെ വലിപ്പം കൂടുന്നു, അല്ലേ? അതിനുള്ള കാരണം എന്താണ്? വോളിയം ഓഫ് ദ ബബിൾ ഇൻക്രീസസ് ആസ് ഇറ്റ് റൈസസ് അപ്വേർഡ്സ്. ദിസ് ഈസ് ബിക്കോസ് ദ ലിക്വിഡ് പ്രഷർ ഡിക്രീസസ്. കുപ്പിയുടെ മുകളിലേക്ക് വരുംതോറും ആ കുമിളയുടെ വലിപ്പം കൂടുന്നു. ഇതെന്തുകൊണ്ടാണ്? ദ്രാവകമർദ്ദം കുറയുന്നത് കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ടോയ് കാർ ഓഫ് എബൌട്ട് 50 gram പ്ലേസ്ഡ് ഓൺ എ പോളിഷ്ഡ് ടേബിൾ വിത്ത് ത്രെഡ്സ് അറ്റാച്ച്ഡ് ടു ഇറ്റ് carrying 2 pans പാസ്ഡ് ത്രൂ പുള്ളീസ് ഈസ് ഡെപിക്റ്റഡ്. മിനുസമായ മേശപ്പുറത്ത് ഏകദേശം 50 gram മാസുള്ള ഒരു ടോയ് കാർ വച്ച് അതിൽ നിന്ന് നൂലുകൾ കപ്പി വഴി 2 പാനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആ മേശപ്പുറത്ത് ഏകദേശം 50 gram മാസുള്ള ഒരു ടോയ് കാർ വച്ചിരിക്കുന്നു. അതിൽ നിന്ന് നൂലുകൾ കപ്പി വഴി 2 പാനുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി വാട്ട് ഡു യു ഒബ്സർവ് ഇഫ് 100 gram ഈസ് പ്ലേസ്ഡ് ഓൺ ബോത്ത് പാൻസ്? 2 പാനുകളിലും 100 gram ഭാരം വീതം ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും? ദർ ഈസ് നോ മോഷൻ ഫോർ ദ കാർ. അല്ലേ? കാറിന് ഒരു ചലനവും അനുഭവപ്പെടുന്നില്ല. കാരണം 2 പാനുകളിലും നമ്മൾ 100 gram വീതം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈക്വൽ വെയിറ്റ് ആണ്. ഇനി വാട്ട് ഡു യു ഒബ്സർവ് ഇഫ് 100 gram ഈസ് പ്ലേസ്ഡ് ഓൺ പാൻ എ ആൻഡ് 200 gram ഈസ് പ്ലേസ്ഡ് ഓൺ പാൻ ബി? പാൻ എയിൽ 100 gram ഭാരവും പാൻ ബിയിൽ 200 gram ഭാരവും ഇട്ടാൽ എന്ത് നിരീക്ഷിക്കും? എന്താണ് നിരീക്ഷിക്കുന്നത്? ദ കാർ മൂവ്സ് ടുവേർഡ്സ് ദ സൈഡ് ഓഫ് ദ പാൻ വിച്ച് ക്യാരീസ് 200 grams. അല്ലേ? 200 gram ഭാരമിട്ട പാൻ ബിയുടെ വശത്തേക്ക് കാർ നീങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. ഉത്തരങ്ങൾ സാധൂകരിക്കാനാണ്. എയിൽ എന്തുകൊണ്ടാണ് ദർ ഇസ് നോ മോഷൻ ഫോർ ദ കാർ? കാർ ചലിക്കാത്തത് എന്തു പറയാം? ഈക്വൽ ഫോഴ്സസ് ആർ അപ്ലൈഡ് ഓൺ ഐദർ സൈഡ്. 2 വശത്തും തുല്യ ബലമാണ് അപ്ലൈ ചെയ്തത്, അല്ലേ? തുല്യ ബലമാണ് പ്രയോഗിച്ചത്. അടുത്ത് ബിയുടെ ആൻസറോ? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ കാർ ഈസ് അൺബാലൻസ്ഡ്. അല്ലേ? കാറിൽ പ്രയോഗിച്ച ബലം തുല്യമല്ല. ഹെൻസ് ഇറ്റ് മൂവ്സ് ടു ദ സൈഡ് വെയർ മോർ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ്. അതുകൊണ്ട് കൂടുതൽ ബലം അനുഭവപ്പെട്ട വശത്തേക്ക് കാർ നീങ്ങി. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.